പ്രയർ ഞാനാണ്. തുടങ്ങിക്കോളൂ. Okay. Good morning, all of you. Let us pray. Heavenly Father, I praise you and thank you for this wonderful morning. Bless my teachers and my all online friends and their family. Heal all our illness and strengthen us. Help us to learn and understand today's class. Bless the day and bless our food and water. We thank God for giving us whatever we have. Bless all our institute members and their families. Lord, help them and lead them. I surrendering all our needs and sorrows in your mighty hand. In Jesus' name we pray. Amen. Thank you. Sign in ഞാനാണ്. Good morning to our respected teacher and all my dear classmates. I am happy to stand here and welcome you to all another beautiful day in your class. To our beloved teacher, thank you for being here to guide and teach us. Your support means a lot to each one of us. To my classmates, I am warmly welcome to you too. Let's make today a great day, learning, sharing ideas, helping one another, and growing together. Let's stay positive and stay focused and make the best use of this day. Using everyone Wishing everyone a wonderful time ahead in class. Thank you and once again welcome everyone. Thank you. Good morning, all. I'm Sajna. Today's thought: education is not the filling of a pail, but the lighting of fire. വിദ്യാഭ്യാസം ഒരു തൊട്ടി നിറയ്ക്കലല്ല, മറിച്ചൊരു തീ കൊളുത്തലാണ്. തോട്ട് ബൈ വില്യം ബട്ട്ലർ ഈറ്റ്സ്. താങ്ക് യു. Good morning, ma'am. Good morning, all. Thank you so much. Good morning, ma'am. Good morning. Good morning, ma'am. Okay. നിങ്ങൾക്ക് ഞാൻ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് തന്നിരുന്നു മാം, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് നല്ല ക്ലിയർ ആയിട്ട് തന്നിരുന്നു. നോട്ട് തന്ന ഇടാന്നാ പറഞ്ഞത്, ഇട്ടില്ലെന്നോ. ഓക്കെ, ഇപ്പൊ നമുക്ക് 5 റെക്കോർഡ്സ് ആണ് എഴുതേണ്ടത്. അത് കൂടാതെ നിങ്ങൾക്ക് അസൈൻമെന്റും ആക്ടിവിറ്റീസും ടീച്ചേഴ്സ് തരുന്ന അതും ഉണ്ടാകും. അപ്പൊ ജസ്റ്റ് പ്ലാൻ ഷെഡ്യൂൾ അക്കോർഡിംഗ്ലി. ഓക്കെ, ടൈം ഒക്കെ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് ദിവസം ഒന്ന് മാറ്റിവെക്കാൻ പറ്റുവാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാനായിട്ട് പറ്റും. അതല്ല വർക്കിംഗ് ആണ്, എല്ലാ ദിവസവും അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ വീക്കെൻഡ്സിലെങ്കിലും ഒരു 1 hour മിനിമം ഇതിനു വേണ്ടിയിട്ട് ഈ വർക്കുകൾക്കും കാര്യങ്ങൾക്കും ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണാനും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് എന്തായാലും നമ്മൾ ടൈം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമല്ലോ. സോ അങ്ങനെയൊന്ന് പോവുക. കാരണം എന്താ വെച്ചാൽ നമുക്കിത് ഒന്നും അറിയാതെ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല ശരിക്കും പറഞ്ഞില്ല ടീച്ചർ. ജനറലി പറയുവാണെങ്കിൽ ഏതൊരു ടീച്ചർ, മോണ്ടിസോറി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നമ്മൾ ഡീപ്പിൽ പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു മെത്തേഡ് മനസ്സിലാവുള്ളൂ. പലപ്പോഴും എന്താ പറയാ, എന്താണ് മെത്തേഡ് എന്ന് അറിയാതെയാണ് പലരും വൈവയ്ക്കൊക്കെ വന്നിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല, റെക്കോർഡ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാറില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 5 റെക്കോർഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതില് ഫസ്റ്റ് വൺ മൈ കളക്ഷൻ ബുക്ക്, അതുപോലെ തന്നെ 4th വൺ. ഇതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞു തരാം. കാരണം അത് ഓൾമോസ്റ്റ് ഈസിയുമാണ്, ചെയ്യാൻ അധികം സമയം എടുക്കില്ല. ഈ 2 റെക്കോർഡ്സും 2 സൈഡും പ്ലെയിൻ ആണെങ്കിൽ നന്നായിരിക്കും. അത് കിട്ടിയില്ല, നോ പ്രോബ്ലം. പിന്നെ ഒരു 120
പേജസ് ഇനഫ്. വലിയ റെക്കോർഡ്സ് ഒക്കെ ആളുകൾ പറഞ്ഞു കേട്ടു, 200 രൂപയ്ക്ക് മുകളിൽ വരുന്നത്. അത്രയും വേണ്ട, മാക്സിമം 120 rupees ഒക്കെ വരുന്ന റെക്കോർഡ്സ് മതി. ചിലർ ചോദിച്ചു സാധാരണ നോട്ട്ബുക്കിൽ ചെയ്താൽ പോരെയെന്ന്. നമുക്കിത് നമ്മുടെ റെഫറൻസ് ആണ്. നമ്മൾ ഈ ജോബ് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് എന്തെങ്കിലും ജോബിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു എൻസൈക്ലോപീഡിയ തന്നെയാണ് ഈ റെക്കോർഡ്സ്. അപ്പോൾ ഇത് നമുക്കൊരു റെഫറൻസ് തന്നെയാണ്. അതുകൊണ്ട് അത് ഏറ്റവും നല്ലപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 8 years ബാക്ക് ആണ് ചെയ്തത്. അത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. റെക്കോർഡ് അങ്ങനെയാണ്, സാധാരണ നോട്ട്ബുക്ക് പോലെ പെട്ടെന്ന് അത് അങ്ങോട്ട് മോശമാവില്ല. ഓക്കെ, അപ്പൊ ഈ 1st ഉം 4th ഉം ആണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത്. 2nd ഉം 3rd ഉം 5th നും ഒരു സൈഡ് പ്ലെയിനും, അതായത് റൈറ്റ് സൈഡ് റൂൾഡ് വരയിട്ടതും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും ആണെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡിൽ എന്താണോ നമ്മൾ എഴുതുന്നത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചേഴ്സ്, ഇല്ലസ്ട്രേഷൻ ആണ് നമ്മൾ വരയ്ക്കോ പേസ്റ്റ് ചെയ്യോ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പറയോ സെക്കൻഡും പിന്നെ ഏതാണ് 2nd, 3rd, 5th. 2nd, 3rd, 5th അതായത് സ്റ്റോറി ബുക്ക്, റൈം ബുക്ക്, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്. ഇതില് 2nd ഉം 3rd ഉം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഒന്നും നോക്കി കോപ്പി ചെയ്യേണ്ടതല്ല, തന്നെത്താനെ എഴുതേണ്ട കാര്യങ്ങളാണ് 2nd ഉം 3rd ഉം. 5th വൺ അത് ഒരു റെക്കോർഡ് ബുക്കിന്റെ കോപ്പി നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി ഷെയർ ചെയ്യും. അത് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചാണ്. നമ്മുടെ മോഡ്യൂൾ 3 ആണത്. ആ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ ബ്രീഫായിട്ട് നമ്മൾ എഴുതുന്നു. അതിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് അത് പേസ്റ്റ് ചെയ്യും. അതാണ് ലെഫ്റ്റ് സൈഡിൽ പേസ്റ്റ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു. വാരി വലിച്ച് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒരു റെക്കോർഡ് ബുക്ക് ഷെയർ ചെയ്യാന്ന് പറയുന്നത്. കാരണം നമ്മുടെ മോഡ്യൂൾ 3 മെറ്റീരിയൽസിനെ കുറിച്ച് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് തന്നെ വീണ്ടും എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം ആ ഒരു മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ പ്ലസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ റെക്കോർഡ് ബുക്കിൽ എഴുതുന്നത്. അത് ലാസ്റ്റ് തന്നെ നമുക്ക് കോപ്പി ചെയ്താൽ മതിയല്ലോ. പക്ഷെ 2nd and 3rd അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. പറഞ്ഞിരിക്കുന്ന തീമിനനുസരിച്ച് റൈം എഴുതണം. ഫോർ എക്സാമ്പിൾ ആൽഫബറ്റിക് റൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് റൈമിലൂടെ, ആക്ഷൻ സോങ്ങിലൂടെ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് എഴുതുക. നമ്പർ സോങ്സ് ആണെങ്കിൽ നമ്പർ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് എഴുതുക. ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് ആണെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളിലേക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും അതിനനുസരിച്ച് ആണ്. സ്റ്റോറി ഉണ്ട്, നല്ല മോറൽ വാല്യൂ കൊടുക്കുന്ന സ്റ്റോറി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ തീം സ്റ്റോറിയിൽ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് സ്റ്റോറി ബുക്ക് എഴുതുക. പിന്നെ സ്റ്റോറി റെക്കോർഡിലാണെങ്കിൽ 2-3 സ്റ്റോറീസ് നമുക്ക് ഉള്ള സ്റ്റോറി നമുക്ക് കോപ്പി ചെയ്യാം. അത് ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് പീപ്പിൾ, അങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ അതൊക്കെ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണല്ലോ. ഞാൻ ഡോക്ടർ PR അംബേദ്കറിനെ കുറിച്ചാണ് എഴുതിയത്. അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. പക്ഷെ അല്ലാതെ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ തന്നെ കഥയുണ്ടാക്കി എഴുതണം. പിന്നെ എവറിത്തിങ് ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്. സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കണം. കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം. അവർക്ക് അതിലൂടെ, ആ സ്റ്റോറിയിലൂടെ ഒരു മോറൽ വാല്യൂ, ഒരു നല്ലൊരു മെസ്സേജ് അവരുടെ ഉള്ളിലേക്ക് എത്തണം. ആ രീതിയിൽ വേണം സ്റ്റോറി എഴുതാൻ. ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ പുതിയ ഇതുപോലെ സ്റ്റോറിയും റൈമും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുട്ടികൾക്ക് പുതുതായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ. നമ്മുടെ ഒരു ട്രെയിനിങ് ഏകദേശം 1 month ഒരിടത്ത് ട്രെയിനിങ്ങിന് പോയി, ടീച്ചിങ് പ്രാക്ടീസിന് പോയി. ആ സമയത്ത് എഴുതിയിരുന്ന ഒരു കഥ, അതൊരു കൊച്ചുമോൻ ഒരു അപ്പൂപ്പനെ ചീറ്റ് ചെയ്യുന്ന, പറ്റിക്കുന്ന, പല രീതിയിലും അപ്പൂപ്പനെ പറ്റിച്ച് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ കുറെ അങ്ങ് കഴിയുമ്പോഴേക്കും ഇവന് ഭയങ്കര ഗിൽറ്റി ഫീൽ തോന്നുന്നതും, ഇവൻ അപ്പൂപ്പനോട് മാപ്പ് പറയുന്നതും, അപ്പൂപ്പനോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതും, അപ്പൂപ്പൻ അവനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതൊക്കെയാണ് കഥ എൻഡ് ചെയ്യുന്നത്. അത് കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തോ, കൊച്ചുകുട്ടികളാണല്ലോ, KG കുട്ടികളാണല്ലോ, എത്തോന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം പറഞ്ഞു നോക്കി. കഥ പറയുക എന്ന് പറയുമ്പോൾ അതിനൊരു രീതിയുണ്ട്. എങ്ങനെയാ നമുക്ക് സ്റ്റോറി നറേറ്റ് ചെയ്യാൻ പറ്റുക? ചുമ്മാ പത്രം വായിക്കുന്ന പോലെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? അത് കുട്ടികളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഉണ്ടല്ല,
അങ്ങനെ പറഞ്ഞു കൊടുക്കണം, എന്നാലേ അവർക്കത് ഇഷ്ടമുള്ളൂ. അതായത് നമ്മളുടെ വോയിസ് മോഡുലേഷൻ അല്ലെ, നമ്മളവിടെ ഒരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറണം, നമ്മുടെ ടോൺ മാറണം, നമ്മൾ അങ്ങനെ പറയണം. അപ്പോഴാണ് അവരിങ്ങനെ പിന്നെ ഭയങ്കര സംഭവം നടക്കാൻ പോകുന്നു എന്നിങ്ങനെ പറഞ്ഞ് അവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി, അല്ലാണ്ട് വായിക്കുന്ന പോലെ ഒരിക്കലും കഥ പറഞ്ഞു കൊടുക്കരുത്. പിന്നെ നിങ്ങളുടെ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിന്റെ മാസ്ക്, ഫേസ് മാസ്ക് ആണ് ഉദ്ദേശിച്ചത്, അത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ യൂസ് ദ മാസ്ക്. നിങ്ങൾക്ക് മാസ്ക് യൂസ് ചെയ്തിട്ട് കഥ പറയാം. അത് ഫേസ് മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ നമ്മൾ ഫിംഗേഴ്സിൽ ഇട്ടിട്ട് നമ്മൾ പപ്പറ്റ് ഷോ ഒക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനെ കഥ പറയില്ലേ, അങ്ങനെയും നിങ്ങൾക്ക് സ്റ്റോറി പറയാം. ഇറ്റ്സ് അപ് ടു യു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കഥ പറയുവാണെങ്കിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകും. ഈ ട്രെയിനി ഈ കഥ പറഞ്ഞു, കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികളൊക്കെ വളരെ നിശബ്ദരായിരുന്നത് കേട്ടു. പിറ്റേ ദിവസം ചെന്നപ്പോഴും അവർ പറഞ്ഞു ആ കഥ പറയാൻ. അങ്ങനെ പ്രാക്ടീസ് കഴിയുന്നവരെ എവറി ഡേ ആ കഥ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, അത് ആരിലെങ്കിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കിയാൽ തന്നെ വളരെ നല്ലതാണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണം. അല്ലാതെ നമ്മൾ എയോടോ ഗൂഗിളിനോടോ ചോദിച്ച് അതേ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ കഥ എഴുതണമെങ്കിൽ, ഐഡിയ കിട്ടണമെങ്കിൽ, ഏതെങ്കിലും ഒരു കഥ വായിക്കണം എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ റെഫർ. മാം ഇതില്ലേ വൈവേയിലെ ആക്ഷൻസും പിന്നെ സ്റ്റോറിയൊക്കെ നമുക്ക് പറഞ്ഞു വരുമോ? വേണ്ടി വരും അല്ലേ? റെക്കോർഡിൽ എഴുതിയ സ്റ്റോറിയാണ് നറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണെങ്കിൽ മാർക്ക് വിൽ ബി ലെസ് ലൈക്ക്. പക്ഷെ പലരും ക്രിയേറ്റ് ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. നമ്മൾ കേട്ടിട്ടുള്ള കഥ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരം, അതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് സ്വിമ്മിങ് കോമ്പറ്റീഷൻ സെയിം ഇവരെ തന്നെ യൂസ് ചെയ്തിട്ട്, പക്ഷെ അത് രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. അത് നമുക്കൊരു പുതുമ തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ എങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, നമ്മളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയാൻ പറ്റും? നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കുഞ്ഞുങ്ങളെ പൊട്ടൻഷ്യൽ നമ്മൾക്ക് കണ്ടു നോക്കി. എന്റെ ഉള്ളിൽ ഇത്ര ഉണ്ടായിരുന്നല്ലോ. പലരും ഇനീഷ്യലി പറഞ്ഞ കാര്യമാണ്, എനിക്ക് എഴുതാൻ അറിയില്ല, ഞാൻ എങ്ങനെ എഴുതും, എനിക്ക് ഒട്ടും പറ്റില്ല, ഞാൻ കോപ്പി ചെയ്യുള്ളൂ, ആ രീതിയിൽ പറഞ്ഞവര് തന്നെ പറഞ്ഞു. എഴുതാൻ അങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടംപോലെ ഓരോരോ ഐഡിയാസും ഓരോ തീമും വരുവാണെന്ന് പറഞ്ഞു. അപ്പോ ഇതിന് നമുക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. മോണ്ടിസോറി മെത്തേഡിൽ മറിയാം മോണ്ടിസോറി വളരെ വേണ്ടുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്കും കുട്ടികൾക്കും പറഞ്ഞൊരു കാര്യമാണ് കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ. കുഞ്ഞുങ്ങൾക്ക് അത് പെട്ടെന്നാകും, കാരണം അവരുടെ തലയിൽ വേറൊന്നുമില്ല. അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ ഭയങ്കരമായി ശ്രദ്ധിച്ചിരുന്ന് അവരത് നല്ല കോൺസെൻട്രേഷനോട് കൂടെ ചെയ്യും. പക്ഷെ നമ്മൾക്കാണ് നമ്മുടെ തലയിൽ 100 കൂട്ടം കാര്യങ്ങൾ ഓടുമ്പോൾ നമുക്ക് ഈ കോൺസെൻട്രേഷൻ എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് എവറി ഡേ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. എവറി ഡേ നമ്മൾ മെഡിറ്റേഷൻ, നമുക്ക് ക്ലാസ്സിൽ ചെയ്യാനുള്ള ടൈമില്ല, ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈമിൽ, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ റിലീജിയസ് ബിലീഫ് അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഒപ്പം തന്നെ അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യും നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ, പവർ ഓഫ് അറ്റൻഷൻ. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു കാര്യം വരുമ്പോൾ ഇമോഷൻസ് പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നമ്മൾ കാം ആകാനും പീസ്ഫുൾ ആകാനും ഒക്കെ ആയിട്ട് പറ്റും. നമ്മൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ട് നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ക്ലാസ്സിൽ ഇരിക്കാനോ ഇതിൽ ആക്ടിവിറ്റി ചെയ്യാനോ ഭയങ്കര പാടായിരിക്കും, ടൈം കുറേ എടുക്കും. അതേസമയം നമ്മൾ കാം പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ടൈം വളരെ കുറച്ച് മതി. കുട്ടികളെയും കൂട്ടും. വീട്ടിൽ കുട്ടികളുണ്ടോ, ലൈഫ് പാർട്ട്ണർ ഉണ്ടോ, വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് ചെയ്യും. അപ്പൊ അത് ആ വീട്ടിലെ തന്നെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളുടെ ആ ഒരു വീട്ടിലെ സിറ്റുവേഷൻസും എല്ലാം അനുസരിച്ച് ചെയ്യും. പിന്നെ അപ്പൊ ഇതാണ് നമ്മളുടെ ഓവറോൾ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്. ഇനീഷ്യലി നിങ്ങൾ ഫസ്റ്റ് 1ഉം 4th 1ഉം ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് 1ല് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നോ? ഫസ്റ്റ് 1ന്റെ തന്നിരുന്നു. ഓക്കെ, അത് ഓക്കെ അല്ലേ? ഫസ്റ്റ് റെക്കോർഡ് ഓക്കെ അല്ലേ? അതേമോ? അത് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ പറയാമോ?
മാം അതിൽ രണ്ടാമത് തന്നിരിക്കുന്ന റിഡിൽസ് ഇല്ലേ, അതില് പിക്ചർ ഒട്ടിക്കേണ്ടതാണോ? ഞാൻ ഒരു മിനിറ്റ് പറയാൻ, എന്റെ റെക്കോർഡ് ഒന്ന് എടുത്തോട്ടെ. റിഡിൽസില് പിക്ചർ ഒട്ടിക്കണമെന്നില്ല. ഇനി നിങ്ങൾക്ക് പിക്ചർ ഒട്ടിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്തായാലും നമുക്ക് ബ്ലാങ്ക് ആണല്ലോ, അപ്പൊ അവിടെ നമുക്ക് പിക്ചർ ഒട്ടിക്കാം, വേണമെങ്കിൽ ഒട്ടിക്കാം. പക്ഷെ റിഡിൽസ് ഒക്കെ ഒറ്റ സ്റ്റേറ്റ്മെന്റ്, ഒറ്റ ലൈൻ അല്ലേ, അപ്പൊ നമുക്ക് അതിന് അവൈലബിൾ സ്പേസ് ഉണ്ടോ എന്നൊന്ന് നോക്കുക. കാരണം ഇത്രയും ഒരു 10 എഴുതുമ്പോൾ 10 പിക്ചർ ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുക. കാണുമായിരിക്കും, ചെറിയ ചെറിയ പിക്ചേഴ്സ് ആവുമ്പോൾ അത് കാണും. പിന്നെ പ്രോവർബ്സ് ചിലര് ചോദിച്ചു, അത് എക്സ്പ്ലെയിൻ ചെയ്യണോന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ അങ്ങനെ ചെയ്യാം. പിന്നെ കുട്ടികളോട് എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്റ്റോറി പറയുമ്പോൾ ആ ഒരു പ്രോവർബ് നമുക്ക് ആ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കുട്ടികൾക്ക് പ്രോവർബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഏതാ അതിൽ ഡൗട്ട്സ് ഉള്ളത്? ഇപ്പൊ പിക്ചർ ഇടിക്കണമെന്നുള്ള ഡൗട്ട് ആയിരുന്നു, വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എപ്പോഴും റെക്കോർഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ പേജ് നമ്പർ ഇട്ട് വെക്കുക. പേജ് നമ്പർ ഇട്ട് വെച്ചിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ വേണം, ഇതെല്ലാം ആ പേജിലേക്ക് പറ്റുമോ എന്നുള്ളത് ആ ഒരു കാൽക്കുലേഷൻ വേണം. പിന്നെ അതുപോലെ തന്നെ സ്കെച്ച് പെൻ ഉപയോഗിക്കാമോ? എന്തോ സ്കെച്ച് പെൻ യൂസ് ചെയ്യാം, പക്ഷെ മേക്ക് ഷുവർ അത് സ്മഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളത്, ബാക്ക് സൈഡിലേക്ക് അതിന്റെ സ്പ്രെഡ് ചെയ്ത് കാണുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം മിക്കവാറും നമ്മൾ ബാക്ക് സൈഡിൽ വല്ലതും എഴുതുകയോ പിക്ചർ ഒട്ടിക്കുകയോ വല്ല ചെയ്യുവാണെങ്കിൽ ഈ കളർ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് എഴുതിയ ഭാഗത്ത് ഇങ്ങനെ ഒരുമാതിരി നമുക്ക് എഴുതിയത് വായിക്കാൻ പറ്റാത്ത രീതിയിലാകരുത്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പൊ ആരോ പറയുന്നുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഏതോ സ്കെച്ച് പെൻ ഉണ്ട്, അത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നില്ല. യു ക്യാൻ യൂസ് കളർ പെൻസിൽസ്, യു ക്യാൻ യൂസ് ക്രയോൺസ്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, പറ്റുമെങ്കിൽ നിങ്ങൾ റെക്കോർഡ് വീഡിയോ കാണുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ക്ലിയർ. ഒന്നുകൂടെ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ടൈം കുറെ പോകും, നമ്മൾ ഒത്തിരി ബാക്കിലായി പോകും, നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഒരു പറഞ്ഞിരിക്കുന്നില്ലേ, പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ ആനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്, അതിനും ഈ പിക്ചർ ഒട്ടിക്കേണ്ടതല്ലേ? അതിന് പിക്ചർ ഒട്ടിക്കണം. പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ ആനിമൽസ് ഓർ ക്രീച്ചേഴ്സ് തന്നെ. സോ പിക്ചേഴ്സ് ഒട്ടിക്കണം വിത്ത് ഡീറ്റെയിൽസ്. അപ്പൊ അതിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണോ ക്ലാസ്സിൽ? എങ്ങനെയൊക്കെയാ പറഞ്ഞതെന്നൊന്നും ഒരു ഓർമ്മയില്ല. കാരണം എന്താന്ന് വെച്ചാല് വീക്കിലി പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞിരുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഇല്ല. നോക്കി പറയാതെ പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാലേ വീക്കിലി വൺസ് വരുന്നതാണ് നമ്മുടെ മണിപ്പൂരി കുട്ടികളുടെ സ്പെഷ്യൽ ബാച്ച്. അത് നിങ്ങളെക്കാളും മുമ്പിലാ. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഹാപ്പൻസ്. നിങ്ങൾക്കും വീക്കിലി വൺസ് ആണ്, പക്ഷെ എന്നാലും അവർക്ക് നമ്മള് ക്ലാസ് ലേറ്റ് ആയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി ഞാൻ കുറെ ആബ്സെന്റ് ആയതുകൊണ്ടാണോ, ഞാൻ പേരല്ലേ മിസ് ചെയ്യുള്ളൂ, ഞങ്ങൾ കുറെ പേരുണ്ടല്ലോ, അപ്പൊ കുറെ പേര് സംശയമൊക്കെ ചോദിക്കുമ്പോ കൂടുതൽ സമയം അവർക്ക് റെക്കോർഡ് ബുക്ക് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നുവെച്ചാൽ ഒരു വീക്കിലി വൺസ് വല്ലപ്പോഴും ഇനിയിപ്പോ അവധിയൊക്കെ വന്നാലും ചിലപ്പം സാറ്റർഡേ നമുക്ക് കിട്ടണമെന്നില്ല, അങ്ങനെയൊക്കെ വന്നു. പിന്നെ ലേറ്റ് ആയിട്ട് തുടങ്ങിയത് തന്നെ ഞാൻ ഭയങ്കര ഞാനൊന്ന് ഹറിബറി ആയിട്ട് പോവുമായിരുന്നു. പിന്നെ അതുമല്ല അവർക്ക് സെലക്ടഡ് ടോപ്പിക്കും അല്ലല്ലോ, ഫുൾ ഞാൻ തന്നെ എടുക്കണ്ടേ, അതുകൊണ്ട് അപ്പോഴും ലേറ്റ് ആവും. ചിലപ്പോ അപ്പൊ വീണ്ടും ലേറ്റ് ആവും. നിങ്ങൾക്ക് മറ്റുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ആയല്ലോ. ഓക്കെ ഫൈൻ. സോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ള ധാരണയിലായിരുന്നു. വെരി സോറി. ഞാൻ വിചാരിച്ചു വീണ്ടും പറയുന്നത് നമ്മുടെ ടൈം പോയാലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് വൺ പ്രോവർബ്സ് എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാം ഇംഗ്ലീഷിലാട്ടോ എഴുതേണ്ടത്. ആരും എന്നോട് ചോദിച്ചു, ഈ ക്ലാസ് എന്നല്ല പല ക്ലാസ്സിലും മലയാളത്തിൽ എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. യു ഹാവ് ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, സിമ്പിൾ ഇംഗ്ലീഷ്. എഴുതാൻ പറ്റും മിസ്സേ? അതിന്റെ കൂടെ മീനിങ് എഴുതേണ്ടിയുണ്ടോ മലയാളത്തില്? അങ്ങനെ വേണമെന്നില്ല. അതും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലര് ചോദിച്ചു പ്രോവർബ്സിൽ ഞങ്ങൾ പിക്ചർ ഒട്ടിച്ചാൽ എന്നൊക്കെ ചോദിച്ചു. ബട്ട് ഡോണ്ട് മേക്ക് യുവർ സെൽഫ് ഇൻ സ്ട്രെസ്. എൻജോയ് ചെയ്ത് റെക്കോർഡ് എഴുതുക, അത് ഹെഡേക്ക് ആവരുത്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താലാണ് അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ, കഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. അപ്പൊ പ്രോവർബ്സ് എഴുതുക.
10 പറഞ്ഞിട്ടുള്ളൂ. എനിക്കൊക്കെ 20 ഒക്കെ എഴുതാനായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എഴുതാം, ബട്ട് മേക്ക് ഷുവർ ദർ ഈസ് ഇനഫ് പേജസ്. പേജ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പൊ പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഷീറ്റിന്റെ 2 sides ആണല്ലോ പേജ് നമ്പർ. പേജ് നമ്പർ ഇട്ട് പോവുക. നമ്മൾ മേടിക്കുന്ന റെക്കോർഡ് ബുക്കില് മുകളിൽ പേജ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നമ്പർ ഇട്ട് പോകാൻ എളുപ്പമായിരിക്കും. ഡേറ്റും പേജ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ. അപ്പൊ പേജ് നമ്പർ ഇട്ട് പോവുക. എന്നിട്ട് എത്ര പേജ് ഉണ്ടെന്ന് ആദ്യം ആ സ്റ്റെപ്പ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഈ ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇനി ഇത് തന്നെ ചെയ്യണമെന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഇതിൽ ചിലത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ്. പക്ഷെ കൂടുതൽ ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ആഡ്. ഇതിലെ ഒരെണ്ണം ഉണ്ട്, ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ എഫ് നിങ്ങൾക്ക് കാണാം. അത് നത്തിങ് ബട്ട് MS പെയിന്റ് ആണ്. നമ്മള് സിസ്റ്റത്തില് പെയിന്റ് ചെയ്യില്ലേ? പറഞ്ഞിരുന്നു. അത് പറഞ്ഞിരുന്നില്ലേ? നിർബന്ധമില്ലെന്ന്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്വന്തമായി സിസ്റ്റം ഉള്ളവർക്ക് ചിലപ്പോൾ അത് പോസിബിൾ ആവുള്ളൂ. പുറത്തു പോയി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല DTP സെന്ററുകളിൽ ഇപ്പൊ ആ ഒരു ഫെസിലിറ്റി ഇല്ലാന്ന് കേൾക്കുന്നു. പിന്നെ അതുമല്ല കളർ പ്രിന്റ് ഔട്ടിന് കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ സ്വന്തമായിട്ട് പ്രിന്ററും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അത് പറ്റുള്ളൂ. അപ്പം അഥവാ MS പെയിന്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ട് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്താൽ മതി. പിന്നെ ഇത് ഓപ്ഷണൽ ആണ്. ആകെ ഇതിനകത്ത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് MS പെയിന്റ് എങ്ങനെ ചെയ്യും എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ നോളജ് വേണം. കാരണം കൊച്ചുകുട്ടികളെ KG സെഷനിൽ അവരെ കമ്പ്യൂട്ടർ ലാബിലേക്കാണ് ആദ്യം കയറ്റുന്നത്. അപ്പൊ ഫസ്റ്റ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ പെയിന്റിംഗ് ആണ്. അവരെ നോക്കുന്ന നമുക്കത് അറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു പ്രാവശ്യം ചെയ്തു നോക്കാൻ പറ്റണമെങ്കിൽ പറ്റും. ഇപ്പൊ ചിലർ പറയുന്നുണ്ടായിരുന്നു ആൻഡ്രോയിഡ് ഫോണിൽ അത് ഇതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. നമുക്ക് ഫോണിൽ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്താലും മതി. ഫോണിൽ ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിന്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതിനകത്ത് ഡിജിറ്റൽ പെയിന്റിംഗ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഓപ്ഷണല്. ബാക്കിയെല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണോ? നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. പ്രോവേർബ്സ് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യണോന്ന് ചിലർ ചോദിച്ചു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. പിന്നെ പിക്ചേഴ്സ് ഒട്ടിക്കണോന്ന് ചോദിച്ചു. പിന്നെ റിഡിൽസ്, പസിൽസ് ഇതെല്ലാം അതിന്റെ പിക്ചേഴ്സ് ഒട്ടിക്കണോ, ആൻസറിന്റെ പിക്ചേഴ്സ് ഒട്ടിക്കണോ എന്ന് ചോദിച്ചു. അതൊക്കെ നല്ലൊരു സജഷൻസ് തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് റിഡിൽ ചോദിക്കുമ്പോൾ ഒരു 3-4 പിക്ചർ, എനിക്ക് പസിൽ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ ഒരെണ്ണം വരുന്ന രീതിയിൽ ബാക്കി കുറെ പിക്ചേഴ്സും കാണിച്ചിട്ട് ക്ലൂ അങ്ങനെ കൊടുക്കാം. കാരണം കൊച്ചു കുട്ടികളാണല്ലോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കരുതല്ലോ. നമ്മൾ എഴുതുമ്പോഴും അതുപോലെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ചെയ്ത് കുട്ടി ഇന്നർ ചൈൽഡ്, നമ്മുടെ ഇന്നർ ചൈൽഡ് വേണം. അങ്ങനെ ഇരുന്ന് വേണം എഴുതാൻ. കുട്ടികൾക്ക് പെട്ടെന്ന് ആലോചിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര ഒരു UPSC എക്സാമിന്റെ ടൈപ്പ് ഒന്നും ക്വസ്റ്റ്യൻസോ അങ്ങനെയൊന്നും അല്ല വേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസർ എഴുതുമ്പോ അതിന്റെ താഴത്ത് എഴുതിയ കുഴപ്പമുണ്ടാ? നേരത്തെ ആരോ ചോദിച്ചിരുന്നു മീനിങ്ങും കൂടി എഴുതിയാല്. മലയാളത്തിൽ മീനിങ്ങോ? അല്ലല്ല, മലയാളത്തിൽ എഴുതിയ കുഴപ്പമുണ്ടോ? പ്രോവർബ് നമ്മ ഇംഗ്ലീഷിൽ എഴുതുമല്ല, അപ്പൊ അത് താഴെ മലയാളത്തിൽ എഴുതിയ കുഴപ്പമുണ്ടോന്നാണ് ചോദിച്ചാ. മലയാളത്തിൽ എഴുതിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ എല്ലാ വർക്കുകളും ഇംഗ്ലീഷിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ മീനിങ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വേറെ നിങ്ങളെ കാണിക്കണ്ട എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഫുൾ ഇംഗ്ലീഷ് മീഡിയം ആണ് മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെല്ലുന്നത് ഇതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അവിടെ കുട്ടികളുടെ ലാംഗ്വേജിന്റെ ബേസ് തുടങ്ങുന്ന ഏജാ. അപ്പൊ നമ്മളുടെ ലാംഗ്വേജ് ശരിയല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളോട് ചെയ്യുന്നൊരു ദ്രോഹമായി പോകില്ലേ? അപ്പൊ അതുമല്ല, സിമ്പിൾ ഇംഗ്ലീഷ് പോരെ ആ കുട്ടികളോട് സംസാരിക്കാൻ. വലിയ ഗ്രാമറും വൊക്കാബുലറിയും ഒന്നും ഒട്ടും ആവശ്യമില്ല. നമ്മൾ മിസ്റ്റേക്ക് ഒന്നും വരാതെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവാനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ അതിനുള്ള പ്രാക്ടീസ് ഒക്കെ കിട്ടുന്നുണ്ടാകും. ഫോണറ്റിക്സിന്റെ ക്ലാസ് ഒക്കെ മിസ് എടുത്ത് തരുമൊക്കെ ചെയ്യും. മിസ്സാണോ ആരാന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ അതൊന്ന് നോക്കുക. എത്രത്തോളം നമ്മളിങ്ങനെ മലയാളം എഴുതി പോകും ഇനി അതിന്റെ ആവശ്യമുണ്ടോ നോക്കൂ. അങ്ങനെ അത് പെർഫെക്റ്റ് ആണെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ഐ ഡോണ്ട് പ്രിഫർ, ഞാൻ പ്രിഫർ ചെയ്യില്ല. ബട്ട് ഇറ്റ്സ് യുവർ റെഫറൻസ്. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ബട്ട് മെയിൻ ടോപ്പിക്സ് എല്ലാം ഇംഗ്ലീഷിൽ വേണം. യെസ്, അസീൻ എന്തെങ്കിലും ചോദിക്കാനാണോ? പസിൽസില് ലെറ്റർ കംസ് നെക്സ്റ്റ് എന്നുള്ളത് അങ്ങനെ നമുക്ക് ലെറ്റേഴ്സ് ആയിട്ട് അങ്ങനെ എഴുതാൻ പറ്റുമോ? പസിൽസ്
ഫസ്റ്റ് നമുക്ക് പല ടൈപ്പ് പസിൽസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്ന രീതിയിലുള്ള പസിൽസ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കാരണം നമുക്ക് 4th റെക്കോർഡ് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കാണ്. അതിൽ കുറെ പസിൽസ് വരുന്നുണ്ട്. പിക്ചർ പസിൽ, നമ്പർ പസിൽ, വേർഡ് പസിൽ, ക്രോസ് വേർഡ് പസിൽ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ വെറൈറ്റി ഓഫ് പസിൽസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആകെ ക്വസ്റ്റ്യൻ ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പസിൽസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കിയാൽ മതി, ഇതിൽ എഴുതുന്ന പസിൽസ് തന്നെ 4th റെക്കോർഡിൽ കൊണ്ടുപോയി എഴുതരുത്. സെയിം ആവരുതെന്നേ ഉള്ളൂ. ഓഡ് വൺ ഔട്ട് ഒക്കെ ആയിട്ട് എഴുതാലോ അല്ലേ? ഓക്കെ, അപ്പൊ റിഡിൽസ്, പസിൽസ്, പ്രോവർബ്സ് അതങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്. നമ്മളുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ കുറേ ടിപ്സ് പറഞ്ഞു തരും അല്ലെ? ഇതിനെ കുറിച്ച് പറഞ്ഞതാ കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാനിത് മുഴുവൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ. വേറെ നല്ല സമയം പോകുമ്പോ എനിക്ക് ഐ ക്യാൻ എക്സ്പ്ലെയിൻ 4th റെക്കോർഡ്. പിക്ചേഴ്സിലാണ് കുറച്ച് പറയാനുണ്ടായിരുന്നത്. ലാസ്റ്റ് ഭാഗം ഏതാണ്? ലാസ്റ്റ് ജി തന്നിരിക്കുന്നത് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഇൻ ഓഫ് ഡിഫറെന്റ് ഐറ്റംസിലെ ആദ്യത്തെ കുറച്ച് പറഞ്ഞിരുന്നു. അന്നേരം സമയമായോണ്ട് പിന്നെ നിർത്തിയതായിരുന്നു. ട്രഡീഷണൽ നോളജ് ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? 8th വൺ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്, നമ്മള് വീടുകളിൽ ഉപയോഗിക്കുന്ന അപ്ലയൻസസ് ഇല്ലേ? ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വീടിനകത്ത് ഇന്റേണൽ അല്ലെ, നമ്മുടെ വീടിനകത്ത് നമ്മള് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഹോം അപ്ലയൻസസ് എന്ത് വേണമെങ്കിലും ആവാം. മിക്സി, ഗ്രൈൻഡർ, സ്റ്റൗ, വാഷിംഗ് മെഷീൻ. അത് തന്നെ ട്രഡീഷണൽ വെയിലുള്ളതാണെങ്കിലും മോട്ടർ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കല്ലുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്തൊക്കെയോ യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണോ അതോ പിക്ചർ ഒട്ടിക്കാനാണോ? പിക്ചർ മാത്രം. അതിന്റെ ഹെഡിങ് ആട്ടോ ഈ ജി, കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഹെഡിങ്. അതിന്റെ സബ് ഹെഡിങ്സ് ആണ് ഈ 1 തുടങ്ങി താഴെ വരെ 15 വരെ വരുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ എന്തോ ഇതിന്റെ ഫുള്ള് പിക്ചർ മാത്രം മതി? 15 എണ്ണത്തിന്റെയും മതി മതി. ഓക്കെ. അത് ഞാൻ ആദ്യം ചെയ്തപ്പോ ഈ പിക്ചേഴ്സ് ഞാൻ റൈറ്റ് സൈഡിൽ മാത്രം ഒട്ടിച്ചു പോയി. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അതൊരു സുഖം തോന്നിയില്ല. പിന്നെ 2 സൈഡിലും ഒട്ടിക്കാൻ പറ്റുന്നത്. അപ്പൊ പിന്നെ കുറച്ചുകൂടെ റെക്കോർഡ് കാണാൻ ഒരു രസം തോന്നി, നീറ്റ്നെസ് ആയി. 2 സൈഡ് ഓഫ് ഫില്ലായി. അപ്പൊ നമുക്ക് കൂടുതൽ പിക്ചേഴ്സ് കിട്ടുന്നതിനനുസരിച്ച് ഒട്ടിക്കാനായിട്ട് പറ്റും. അവരുടെ ടൈറ്റിൽസും എഴുതുക. വർക്കിംഗ് പേഴ്സൺസ്, ടീച്ചർ, ഫാമർ, സോൾജിയർ. ചില പിക്ചേഴ്സ് നമുക്ക് കിട്ടുന്നത് ആ ടൈറ്റില് അതിനോട് ചേർന്നിട്ടുണ്ടാകും. അപ്പൊ പിന്നെ എളുപ്പമായിരിക്കും അത് ഒട്ടിക്കുക. പിന്നെ അതിനകത്ത് തന്നെ ഇന്റേണൽ പാർട്സ്, എക്സ്റ്റേണൽ പാർട്സ് അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ നാച്ചുറൽ തിങ്സ് എന്ന് പറയുമ്പോഴേക്കും വോൾക്കാനോ, സ്നോഫോൾ, റെയിൻ, ഓഷ്യൻ, അങ്ങനെയൊക്കെയുള്ള റോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഹ്യൂമൻ ബീയിങ് നാച്ചുറൽ തിങ് ആണ്. അനിമൽസ് നാച്ചുറൽ തിങ് ആണ്. പിന്നെ സോൾട്ട്, പിന്നെ പല രീതിയിലുള്ള ഇൻസെക്ട്സ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതൊന്നും അല്ലത്. അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ ഒട്ടിക്കാം. ഓക്കെ. പിന്നെ ഇതിൽ വേറെ പിന്നെ ഞാൻ ഇങ്ങനെ വെഹിക്കിൾസ് ജനറലി അങ്ങ് പേസ്റ്റ് ചെയ്തപ്പോ കുട്ടികൾ പറഞ്ഞു പല മീൻസിലുള്ള വെഹിക്കിൾസ് ഉണ്ടല്ലോ, റോഡിലൂടെ പോകുന്നത്, വെള്ളത്തിലൂടെ പോകുന്നത്, എയറിലൂടെ പോകുന്നത്, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ചെയ്യാം. പിന്നെ ഫ്ലവേഴ്സ് സെപ്പറേറ്റ്, ഫ്രൂട്ട്സ് സെപ്പറേറ്റ്, ട്രീസ് സെപ്പറേറ്റ്, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ആനിമൽസ് സെപ്പറേറ്റ്, അങ്ങനെയൊക്കെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഇറ്റ്സ് അപ് ടു യു, യു ക്യാൻ ഡു. പിന്നെ നമ്മളുടെ ഫെസ്റ്റിവൽസ് അത് പിക്ചർ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഡിഫറെന്റ് ഡാൻസ് ഫോംസ് അതും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ നമുക്ക് വേണമെങ്കിൽ 7 വണ്ടേഴ്സ് മാത്രമായിട്ട് പിക്ചേഴ്സ് എടുത്തിട്ട് അങ്ങനെയും പൊട്ടിക്കാം. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് പേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേജ് ഉണ്ടാകും. കാരണം ഞാൻ കുറെ പേജ് ആദ്യം ലെഫ്റ്റിൽ ഒട്ടിക്കാതെ അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് ലാസ്റ്റ് കുറച്ച് പേജ് മാത്രമേ ഞാൻ 2 സൈഡിൽ ഒട്ടിച്ചു പോയുള്ളൂ. എന്നിട്ട് എനിക്കൊരു എന്തോ നമുക്ക് ചെയ്യാന്നാണോ പറയണത്? പേജസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ. ബട്ട് കളക്ഷൻ ബുക്ക് എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, കുട്ടികളെ നമ്മൾ ഫെമിലറൈസ് ചെയ്യിക്കേണ്ട കാര്യങ്ങള്, ഡാൻസ് ഫോംസ് ചെയ്യാം,
ഞാൻ മിനിമം 5 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഒട്ടിക്കാം. മാം വർക്കിംഗ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്കിംഗ് നമ്മളുടെ എന്താ പറയാ, ബേക്കർ, ഗ്രോസർ, നേഴ്സ്, ഡോക്ടർ, ടീച്ചർ, ഫാർമർ, കോബ്ലർ, ബ്ലാക്ക് സ്മിത്ത്, ജോബുകള്. ഓക്കെ. അപ്പൊ ഇതിലും പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണു. മാം ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാ? ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ചോക്ക്, ടേബിൾ, അതിന്റെ പിക്ചർ ഒട്ടി. അങ്ങനെയുള്ള പിക്ചേഴ്സ്. ഓക്കെ. ബുക്സ്, ചിലപ്പോ ഷെൽഫും ഉണ്ട്, ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്, അത് ചെയ്യാം. അങ്ങനെയുള്ളതൊക്കെ ഒട്ടിക്കാം. ഇതിന് ഷീറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. 5 റുപ്പീസോ അങ്ങനെ എന്തോ ഉള്ളെന്ന് തോന്നുന്നു. അതിൽ തന്നെ കുറേ. പിന്നെ കുട്ടികളുടെ പഴയ ടെക്സ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ചെറിയ ക്ലാസ്സിലെ LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കാനുണ്ടാവുക. അപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ നിറയെ പിക്ചേഴ്സ് ഉണ്ടാവും. കളക്ട് ചെയ്യൂ. വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ നോക്കി കളക്ട് ചെയ്തെടുക്കൂ. വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം. നോ പ്രോബ്ലം, ബട്ട് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ. ഇനി ഇത് ഒട്ടിക്കുമ്പോ നമുക്ക് അതിന്റെ ഇടയിൽ അതിന്റെ പേരുകളൊക്കെ എഴുതണോണ്ട് കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ പിക്ചർ മാത്രമാണ് ഉദ്ദേശിക്കണത്? പേരുകൾ എഴുതാം. നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതിൽ എന്തായാലും പേരുണ്ടാവും, എപ്പോഴും ഉണ്ടാകാറുണ്ട്. പേര് എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലെങ്കിലും. ചോദിക്കൂ സിബി. മാം അതെ, ഫസ്റ്റിലെ കളക്റ്റീവ് ബുക്ക് എന്ന് പറഞ്ഞ 5 പറഞ്ഞിട്ടുണ്ടല്ലോ, 5 എണ്ണം. അതിനുശേഷം താഴോട്ട് ABCD ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതെനിക്ക് മനസ്സിലായില്ല. നമ്മള് ഫസ്റ്റില് തന്നെയാണോ താഴോട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ABCD അങ്ങനെ? ഇതാണോ ഉദ്ദേശിച്ചേ? അതിന്റെ മേളിലുണ്ടല്ലോ കളക്റ്റീവ് ബുക്ക് 5 എണ്ണം. 5 റെക്കോർഡാണ് ഉള്ളത്. ഫസ്റ്റ് റെക്കോർഡാണ് കളക്ഷൻ ബുക്ക് എന്ന് പറയുന്നത്. അതിൽ എഴുതേണ്ടതാണിത്, ഇല്ലേ മാം? യെസ്. റെക്കോർഡ്സ് ടു ബി സബ്മിറ്റ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട. അറ്റ് ദ ടൈം ഓഫ് വൈവയാണ് നമ്മളത് വാല്യൂ ചെയ്യുന്നത്. പിന്നെ പ്രാക്ടിക്കൽ സെഷന് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് വരുന്നവര് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സൈനും സീലും ചെയ്ത് പോകാറുണ്ട്. ചില കുട്ടികൾക്ക് അന്ന് പറ്റിയില്ലെങ്കിൽ അവർ വേറൊരു ദിവസം ഞങ്ങൾ വരട്ടെ, ഞങ്ങൾക്ക് സൈൻ ചെയ്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ഇതാണ് ഈ 5 റെക്കോർഡ് ബുക്കാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഞാനത് 1, 2, 3, 4, 5 നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതിനെ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് 1 മൈ കളക്ഷൻ ബുക്ക് ഉണ്ടോ, ഫസ്റ്റിന്റെ ടൈറ്റിൽ ഞാൻ എടുത്തിട്ട് അണ്ടർലൈൻ ചെയ്ത് 1 കളക്ഷൻ ബുക്ക് നേടിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് എളുപ്പമുള്ളതാണ്, പെട്ടെന്ന് തീരുന്ന ഒരു റെക്കോർഡ് ബുക്കാണ്. ഇനി സെക്കൻഡും തേർഡും ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഞാൻ 4ത്തിലേക്കാണ് പോകുന്നത്. സെക്കൻഡും തേർഡും നല്ല ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയോട് കൂടി ചെയ്യേണ്ടതാണ്. 4th റെക്കോർഡ് വരെയുള്ള ഡീറ്റെയിൽസേ ഉള്ളൂ. 5th ഞാൻ പറഞ്ഞു ഒരു റെക്കോർഡ് ബുക്ക് അങ്ങനെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനായിട്ട് തരും. കാരണം അതിനകത്ത് മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ റെക്കോർഡ് ബുക്കില്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതങ്ങ് കോപ്പി ചെയ്താൽ മതി. പക്ഷെ മനസ്സിലാക്കണം, മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മോഡ്യൂൾ 3 ആണ് ലാസ്റ്റ് റെക്കോർഡ്. ഓക്കെ. സോ ഫസ്റ്റ് ഇത് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കുടുക്ക, മാജിക് പോട്ട് അങ്ങനത്തെ ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറില്ലേ? ബാലരമയില് ചെറിയൊരു കോളമൊക്കെ ഉണ്ടാവാറില്ലേ ഇങ്ങനെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ? കളർ ചെയ്യുക, ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, നമ്പർ കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് കളർ ചെയ്യുക, പിന്നെന്താണ് വഴി കണ്ടുപിടിക്കുക, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ബുക്കുകൾ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ലേ? അതിന്റെ പിക്ചേഴ്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. പിന്നെന്താ അങ്ങനെ കുറെ. പിന്നെ ഒരു ബോക്സിൽ ഒരു പിക്ചർ വരച്ചിട്ടുണ്ടാവും. സെയിം പിക്ചർ തന്നെ അടുത്ത ഒരു പ്ലെയിൻ ബോക്സ് തന്നിട്ടുണ്ടാവും, അതിലേക്ക് വരയ്ക്കുക. പിന്നെ എളുപ്പത്തിൽ ഡ്രോയിങ് പഠിക്കാനായിട്ട് അതിന്റെ പ്രാക്ടീസ്. ഒരു പിക്ചർ മഹാത്മാഗാന്ധിയൊക്കെ എല്ലാരും വരയ്ക്കില്ലേ? ആദ്യം ഇങ്ങനെ ഒരു വെച്ചിട്ട് ആ സ്പെക്സിന്റെ ഭാഗം വെച്ച് പെട്ടെന്ന് മഹാത്മാഗാന്ധി വരയ്ക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഏതെങ്കിലും ഒരു
അതിന്റെ ആദ്യം ഒരു റൗണ്ട് മാത്രം വരയ്ക്കും, പിന്നെ കണ്ണ് വെച്ചു, മൂക്ക് വെച്ചു, കൈ കാലൊക്കെ വെച്ചിട്ട് ഫുൾ ഇതായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറില്ല. അതുപോലത്തെയാണ് ഈ 4th റെക്കോർഡ്. ഫസ്റ്റ് വണ്ണിലെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് നിങ്ങൾ പരസ്പരം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ അതിൽ ഇനി ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും, അത് ചോദിക്കുക. അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കൂ, അപ്പൊ ബാക്കിയുള്ളവർക്കും ഒരു കൺഫർമേഷൻ കിട്ടും കേട്ടോ. നമ്മൾ ചെയ്തത് ഒരാൾക്ക് കോപ്പി ചെയ്യാൻ കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഐ ആം അഗെയിൻസ്റ്റ് ദാറ്റ്. ഒരാൾക്ക് ഒരെണ്ണം ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ വന്നാൽ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞ് അത് കേട്ട് മനസ്സിലാക്കുന്ന വ്യക്തി അത് അവരുടെ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡോണ്ട് കോപ്പി. ഓക്കെ, നമുക്ക് റെഫർ ചെയ്യാം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ കോപ്പി ചെയ്യരുത്. കോപ്പി ചെയ്താൽ നമ്മൾ അങ്ങനെ ചെയ്തു പോകും. നമ്മൾ റെഫർ ചെയ്യുക എപ്പോഴും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാകും. അത് ഫിനിഷിംഗ് ടച്ചും അതുപോലെ തന്നെ അതിന് കളർ ചെയ്യുക. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊന്നും ആൻസർ ചെയ്യേണ്ടതില്ല. ഇതൊരു ആക്ടിവിറ്റി ബുക്കാണ്, നിങ്ങൾക്ക് അതിനുള്ള റെഫറൻസ് ആണ്. വേറൊരാളുടെ കയ്യിൽ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാനും കൊടുക്കരുത്. അത് നമ്മുടെ റെക്കോർഡാണ്, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അപ്പോ അത് നമുക്ക് കളിക്കുടുക്ക കിട്ടുമ്പോൾ അതിലൊന്നും ആൻസർ ചെയ്തിട്ടായിരിക്കില്ലല്ലോ കുട്ടികളെ അത് ഫുൾ ചെയ്യുന്നത്. ഇനി സ്കൂളിൽ പോകുമ്പോൾ ഒരിക്കലും ഈ റെക്കോർഡ് ബുക്ക് കൊണ്ടുവന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് കൊടുക്കരുത്. അതിന് പല കാരണങ്ങളുണ്ട്. കുട്ടികൾ കുറെ ഉണ്ടാവും, ഒരു ബുക്ക് ഒരാളുടെ കയ്യിലല്ലേ പോവുള്ളൂ, അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ചെയ്യരുത്. അത് മാത്രമല്ല, ഇത് നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ റെഫറൻസ് ആണ്. കുട്ടിയായാലും വലിയവരായാലും ആർക്കും കൊടുക്കണ്ട. ഇത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്യിക്കാം എന്നുള്ളൊരു റെഫറൻസ് ബുക്കാണ് നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയ. നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ ഇന്ന് കുട്ടികളെ കൊണ്ട് കളറിങ് ചെയ്യിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലാത്ത പിക്ചർ കൊടുത്ത് അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പിക്ചർ കൊടുപ്പിക്കുക. അപ്പൊ നിങ്ങൾ അതൊരു A4 പേപ്പറിലോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിനെ 3-4 പീസ് ആക്കിയിട്ട് അതിലോ കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അവരിരുന്ന് ചെയ്തു. അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ റെക്കോർഡ് ബുക്ക് വേറൊരാളുടെ കയ്യിലേക്ക് കൊടുക്കരുത്. ഓക്കെ, സോ ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ഞാൻ വരച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയെങ്കിൽ വരയ്ക്കാം. ഞാൻ ട്രേസ് ചെയ്തതാണ് കേട്ടോ. ട്രേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രേസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഞാനൊരു മിക്കി മൗസിനെയാണ് വരച്ചിരിക്കുന്നത്. നോക്കിയാൽ കാണാം, മിക്കി മൗസിന്റെ ഒരു ചെവി ഡോട്ടർ ലൈൻസ് ആണ്. പിന്നെ കഴുത്തിന് ബിബ് പോലത്തെ സാധനവും ഡോട്ടർ ലൈൻസ് ആണ്. പിന്നെ കയ്യിലൊരു ഷുഗർ ക്യാൻഡി പോലെ എന്തോ വെച്ചിട്ടുണ്ട്, അതും മുഴുവനാക്കിയിട്ടില്ല. അങ്ങനെ നമുക്ക് അവിടെ മുഴുവനാക്കാതെ ഇടാം. എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരോട് പറയാം ഇത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കുക എന്ന് പറയാം. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത് സ്കെച്ചൊക്കെ അവരുടെ കയ്യിലൊക്കെ ആയാലോ, കളർ പെൻസിലോ അല്ലെങ്കിൽ ഈ ക്രയോൺസോ. വാക്സ് ക്രയോൺസും ഉണ്ട്, ഓയിൽ പേസ്റ്റൽസും ഉണ്ട്. അപ്പം ഓയിൽ പേസ്റ്റൽസ് ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു സ്ക്രിബർന്ന് ഒരു സാധനം കിട്ടും. ഇങ്ങനെ ഉരച്ച് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉരച്ച് കഴിയുമ്പോൾ സ്മഡ്ജ് ആയിരിക്കുന്നത് എക്സസ് ആയിട്ടുള്ള കളറിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ പോയി നല്ല ഫിനിഷ് ആകും, അവിടെ നല്ല സ്മൂത്ത് ആകും. അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരുമാതിരി തടഞ്ഞിരിക്കും, അല്ലെ, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ എന്താന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമ്മുടെ റെക്കോർഡ് ബുക്കിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു വലിയ പിക്ചർ തന്നെ ഒട്ടിക്കുക കേട്ടോ. ഇത് ഒരെണ്ണമായി പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് 2-3 ചെയ്യണമെങ്കിൽ ചെയ്യാം. കാരണം ഈ ലെഫ്റ്റ് സൈഡ് ബ്ലാക്കാ, നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇവിടെ ഒട്ടിക്കോ എന്തെങ്കിലും ചെയ്യാം. ഒന്നോ ആ പേജിനെ ഹാഫാക്കി വരച്ചിട്ട് 2 പിക്ചറോ ഒക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ ചെയ്ത് നോക്കാം, നോ പ്രോബ്ലം. കളർ ചെയ്ത് നോക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നുവാണ്. സെക്കൻഡ് വൺ വേർഡ് പസിലാണ്. കുറെ ആൽഫബറ്റ്സ് ഒരുമിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളില് 4 അനിമൽസ് ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ജംപിൾ ചെയ്ത് കൊടുക്കാതിരിക്കുക, കാരണം കുഞ്ഞു കുട്ടികളാണ്. ഓർഡറിൽ വരണം. എന്താണ് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. വേർഡ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് പൊസിഷൻ മാറ്റിയൊന്നും കൊടുക്കരുത്. അത് വലിയ കുട്ടികൾക്കാണ് നമ്മൾ അങ്ങനെയുള്ള വേർഡ് പസിൽസ് കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരു ലെറ്റേഴ്സ് എടുത്തിട്ട് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ആക്കുന്നത്. അത് കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കരുത്. നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ. ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 അനിമൽസ് കാണാം. അത് അടുപ്പിച്ചടുപ്പിച്ചായിട്ടായിരിക്കും അവരുടെ പേര് കാണുന്നത്. അല്ലാണ്ട് ഇപ്പൊ വൂൾഫ് ഉണ്ട്, അല്ലാതെ W ഒരു സ്ഥലത്ത് O ലാസ്റ്റ് L വേറെ എവിടെയെങ്കിലും ആ രീതിയിൽ ജംപിൾ ചെയ്ത് കൊടുക്കരുത്. ഇങ്ങനെ ഇതുപോലെ കൊടുക്കണം. അപ്പൊ വൂൾഫ്, ഫോക്സ്,
ഓക്സ്, ലയൺ, ആ ഒരു രീതിയിൽ ഞാൻ 4 അനിമൽസ് വരുന്ന രീതിയിലാണ് ആൽഫബറ്റ്സ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എഴുതുമ്പോ ഇനിയിപ്പോ അനിമൽസിന് പകരം നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കൊടുക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സ് കൊടുക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ഒന്ന് മാറ്റിയാൽ മതി. 4 ഒബ്ജക്ട്സ്നോ 4 ഫ്ലവേഴ്സ്നോ 4 ഫ്രൂട്ട്സ്നോ 4 വെജിറ്റബിൾസ്നോ അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം. ഇനി എല്ലാം എഴുതി വെക്കണോ? എല്ലാം എഴുതി വെച്ചോളൂ. ഒരെണ്ണം അനിമൽസിന്, ഒരെണ്ണം ഫ്ലവേഴ്സിന്, ഒരെണ്ണം എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ്, പിന്നെ ഫ്രൂട്ട്സ്, ട്രീസ് അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനഫ് സ്പേസ് ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ഒക്കെ നമുക്കുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി കുറച്ചു മുമ്പ് ചോദിച്ചതിന് എനിക്ക് ഞാനൊരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കണം. താങ്ക്സ് ഫോർ ദാറ്റ് അല്ലെങ്കിൽ ട്രിക്ക്. അതായത് ഇതിന്റെയൊക്കെ പിക്ചർ കൊടുക്കണമെന്ന്. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ വേർഡ്സ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സൈഡില് വൂൾഫിന്റെ, ഫോക്സിന്റെ, ലയണിന്റെ ഒക്കെ, ഓക്സിന്റെ ഒക്കെ പിക്ചർ കൊടുക്കുന്നു. വേറെ കുറെ അനിമൽസിന്റെയും കൂടെ പിക്ചർ കൊടുക്കുന്നു. അപ്പോ കുറച്ചുകൂടി ഒരു ക്ലൂ എന്നുള്ള രീതിയിൽ അങ്ങനെയും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. ഇങ്ങനെ വേർഡ്സ് ഒരു ബോക്സിലാക്കി വെക്കുക. എന്നിട്ട് ആ വരുന്നതെല്ലാം ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ എവിടെയൊക്കെ ഉണ്ടെന്നും കൂടെ കൊടുക്കുമ്പോഴേക്കും കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണിക്കുമായിരിക്കും. കാരണം പിക്ചർ അല്ലെ, വിഷ്വൽ എഫക്റ്റ് ഇമ്പാക്ട് വളരെ കൂടുതലാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മാറ്റി മാറ്റി ചെയ്യാം. നിങ്ങൾക്ക് ഇംപ്രൊവൈസ് ചെയ്യാട്ടോ. ഞാൻ തന്നിരിക്കണ പോലെ തന്നെ ഫോളോ ചെയ്യണം ഒട്ടുമില്ല. ഇംപ്രൊവൈസ് ചെയ്യാം. പിന്നെ ഈ ഓർഡറിൽ തന്നെ ചെയ്യണം ഇല്ല, ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്യാം. അത് എല്ലാ റെക്കോർഡ്സും നോ പ്രോബ്ലം. പിന്നെ കളക്ഷൻ ഓഫ് പിക്ചേഴ്സ് എന്നുള്ളത് മാത്രം ഒരുമിച്ച് ചെയ്താൽ നന്നായിരിക്കും. കാരണം അതൊരു ഹെഡിങ് വന്നിട്ട് അതിന്റെ താഴെ 15 എണ്ണമാണല്ലോ. അതൊരുമിച്ച് ചെയ്താൽ നല്ലതായിരിക്കും. മറ്റതൊക്കെ എങ്ങനെയായാലും ഓർഡർ മാറിയാലും കുഴപ്പം. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം കളക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തു പോണ്ടേ. നെക്സ്റ്റ് ഒരു ക്രോസ് വേർഡ് പസിൽ പോലെയാണ്. കുറെ പിക്ചേഴ്സ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കളക്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇതെല്ലാം അതിന്റെ എല്ലാം പേര് ഇവിടെ ഈ ക്രോസ് വേർഡിലുണ്ട്. അത് കണ്ടുപിടിച്ച് അതിനെ സർക്കിൾ ചെയ്യുക. സർക്കിൾ അല്ല, അതിനെ അങ്ങ് ഒരുമിച്ച് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ജിറാഫും കാങ്കറും മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. അത് കണ്ടുപിടിച്ച് കുട്ടികൾ അത് ചെയ്യും. അപ്പൊ നമുക്ക് പിക്ചറും ഉണ്ട്, അതിന്റെ നെയിംസ് ഇപ്പുറത്തെ ക്രോസ് വേർഡിലും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇതിൽ നമുക്ക് കോളംസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കോളം ഉണ്ട്, അത് എക്രോസും ഉണ്ട്, ഡൗണും ഉണ്ട് അല്ലെ? നമ്മൾ ക്രോസ് വേർഡ് പസിൽ നമ്മൾ ചെയ്യണം. എന്താ മലയാളത്തിൽ പറയണേ? പദപ്രശ്നം എന്ന് പറയാറില്ലേ? ഇതുവരെയും ക്ലിയർ ആണോ? ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഇനി നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കണം. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കലണ്ടർ ഉണ്ടല്ലേ? പല ടൈപ്പ് കലണ്ടർ. ചിലപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരുടെ പരസ്യം വരുന്ന രീതിയിലുള്ള കലണ്ടർ, പിന്നെ ചില ബാങ്കുകളുടെ കലണ്ടറിൽ ഓരോ സ്റ്റേറ്റിലെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഓരോ സ്റ്റേറ്റിലെ ഡാൻസ് ഫോംസ് പിക്ചർ വന്നിട്ട്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ എന്താണോ പ്രധാനപ്പെട്ടത് അത് വെച്ചിട്ട് അവിടുത്തെ ബേർഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കലണ്ടർ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. ഓക്കെ, നമുക്കിവിടെ ചെയ്യേണ്ട കലണ്ടർ എങ്ങനെയാന്ന് വെച്ചാൽ അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെഗിങ്. അതായത് നമ്മൾ ചൈൽഡ് ലേബറിനും ചൈൽഡ് ബെഗിങ്ങിനെയും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം, നമുക്ക് തന്നെ എഴുതാം. പിന്നെ ചൈൽഡ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സും നമുക്ക് എഴുതാം. ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കാണിക്കും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചില കുട്ടികൾ കലണ്ടർ ഉണ്ടാക്കി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ചില കുഞ്ഞു ബേബീസ് തുടങ്ങി കുട്ടിയുടെ ഓരോ ഏജില്ലേ, അതിനനുസരിച്ച് ഓരോ കലണ്ടറിലും ആ ബേബികളുടെ ഫോട്ടോ, അല്ലെങ്കിൽ കുഞ്ഞു ബേബിയുടെ ഓരോ ഡെവലപ്മെന്റ്, കമഴ്ന്ന് വീഴുന്നത്, ക്രോൾ ചെയ്യുന്നത്, എണീറ്റ് നിൽക്കുന്നത്, പിടിച്ചു നിൽക്കുന്നത്, ഇരിക്കുന്നത്, ചിരിക്കുന്നത്, കളിക്കുന്നത്, അങ്ങനെ 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 അവർ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ആ രീതിയിൽ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടും കലണ്ടർ ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങളുടെ കലണ്ടർ ഭംഗിയാക്കാം. പിന്നെ നിങ്ങളിപ്പോ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 2025 ആണല്ലോ ഇപ്പൊ ഇയർ. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള പ്രസന്റ് ഇയർ തന്നെ കലണ്ടർ ആക്കുക. ഞാൻ 2017 ചെയ്തത്. സോ 2017 എന്റെ കോഴ്സ് തീരുവാണ്. 2017 എന്റെ കലണ്ടർ വന്നത്. ഓക്കെ, സോ ഞാൻ ചെയ്തപ്പോ ഇംഗ്ലീഷ് ഡേയ്സ് മാത്രമാണ്, ആ ഒരു നമ്പേഴ്സ് മാത്രമാണ് ഞാൻ കലണ്ടറിൽ ചെയ്തുള്ളൂ. ഒരു സ്ക്വയർ ആണോ? ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ ആണ് വരച്ചത്. അതിന്റെ മുകളിൽ ഒരു കുറച്ച് പോർഷൻ
റെക്ടാംഗിൾ പോലെ ആക്കിയിട്ട് കോഡ്സ് ഇവിടെ എഴുതി. അപ്പൊ ജനുവരി എന്നുള്ള മന്ത് മുകളില് എഴുതി വെച്ചു. ഇവിടെ ഞാൻ കോഡ്സ് ചെയ്തു, താഴെ നമ്പേഴ്സ്. അപ്പൊ എന്നോട് കുറെ കുട്ടികൾ ചോദിച്ചു മലയാളം എഴുതിക്കോട്ടെ, മലയാളം ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് കലണ്ടറിന്റെ താഴെ ലെഫ്റ്റ് സൈഡ് കോർണറിലും റൈറ്റ് സൈഡ് കോർണറിലും മലയാളവും പിന്നെ അറബ് ഡേ വരുന്ന രീതിയിൽ ഹിജ്റ അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ കലണ്ടർ അതും കൂടെ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ദാറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് ചെയ്യാം. മിസ് പറഞ്ഞത് ഇയർ എഴുതാൻ ഏതാ? ഇപ്പൊ കറന്റ് ഇയർ ഏതാ? 2025 അല്ലേ? ഓക്കെ മാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2026 ഉണ്ടാക്കാം. നിങ്ങളത്തെ കോഴ്സ് തീരുന്ന ഒരു ടൈം ആണല്ലോ. ഇറ്റ്സ് അപ് ടു യു. 2025 ഓർ 2026 കോഴ്സ് തീരുന്ന ഇയർ ചെയ്യണോ അത് ചെയ്യാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് പിന്നെ ഡേറ്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ചുമ്മാ 1, 2, 3 ഇട്ട് പോരുത്. കറക്റ്റ് ആ ടൈമിലെ സൺഡേ ഏതാണ് വരുന്നത്, ഏത് ഡേറ്റിനാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കലണ്ടർ സെറ്റ് ചെയ്യും. അത് വൺസ് ഒരു കലണ്ടർ ഒരു ജനുവരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണല്ലോ ബാക്കിയെല്ലാം പോകുന്നത്. അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോയാൽ മതി. അപ്പൊ മലയാളം പിന്നെ അറബ് അത് നോക്കുമ്പോൾ കറക്റ്റ് അതിന്റെയും ഡേറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ വെക്കണം. ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കോട്ട് സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ. ഇതൊക്കെ ഞാൻ തന്നെ 2-3 കോട്ട്സ് ഒക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതാ തന്നെ ചെയ്തതെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പൊ തോന്നി അങ്ങനെ എഴുതി വെച്ചു. ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആ ഒരു ടൈറ്റിൽ എഴുതിയത് ഈ ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ നിന്ന് ജനുവരി മന്ത് സ്റ്റാർട്ട് ചെയ്തു. 12 months ഉണ്ടല്ലോ, അത് എൻഡ് ചെയ്തപ്പോ ഈ ലെഫ്റ്റ് സൈഡിലായിപ്പോയി എൻഡിങ്. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ പുതിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ ഞാൻ മറിയ മോണ്ടിസോറി മിക്ക കോഴ്സും കുട്ടികളുടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മറിയ മോണ്ടിസോറിയുടെ നല്ലൊരു കോട്ട് സെലക്ട് ചെയ്തിട്ട് അത് അവിടെ എഴുതി വെച്ചു. ഇത് ഗ്ലിറ്റർ പെൻ ആട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഗ്ലിറ്ററിംഗ് ഒന്നും കാണുന്നില്ല, പക്ഷെ എനിക്കിതിൽ നോക്കുമ്പോൾ ഇപ്പോഴും ഗ്ലിറ്ററിംഗ് എഫക്റ്റ് ഉണ്ട്. ഇത്രയും വർഷമായിട്ട് കലണ്ടർ ചെയ്യുമ്പോൾ അതിൽ ഹോളിഡേയ്സ് ഒക്കെ അത് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ സൺഡേ മാത്രമാണ് ഹോളിഡേ എന്നുള്ള രീതിയിൽ കളർ ചെയ്തിട്ടുള്ളൂ. പിങ്കും ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന. അത് രണ്ടും ഗ്ലിറ്റർ പെൻ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ആകെ ഒരു സ്പെഷ്യൽ ഡേ മാത്രമാണ് മാർക്ക് ചെയ്തത്. ഇപ്പൊ നമുക്ക് ജൂണിൽ കഴിഞ്ഞ ജൂൺ 12th അസീന ഒന്ന് മ്യൂട്ട് ചെയ്യാം. ജൂൺ 12th എന്താണ്? വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. നമുക്കിപ്പോ കഴിഞ്ഞുള്ളൂ. അത് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. അത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഒന്ന് ഭയങ്കര ബോൾഡ് ആക്കി കൊടുത്തു. നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മുകളിൽ എഴുതിയിട്ടുണ്ട് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് എല്ലാ ഹോളിഡേയ്സും ചെയ്യണോ? എന്താ? അതായത് ഈ 12 മാസത്തെയും നമ്മൾ ഈ കലണ്ടർ ഫുൾ എഴുതണം അല്ലേ? ചെയ്യണം. അതില് പ്രാധാന്യം നൽകേണ്ടത് ഈ ഇതിനല്ലേ, ചൈൽഡ് ലേബർ അതിന് അല്ലേ, ചൈൽഡ് ബെഗിങ് അതിനല്ലേ? കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളത്. അതായത് ലെറ്റ് ചിൽഡ്രൻ ബി ചിൽഡ്രൻ, കിഡ്സ് ഡിസേർവ് ടു ബി ഹാപ്പി, ഹെൽത്തി ആൻഡ് സേഫ്. അങ്ങനെ കുറച്ച് സിമ്പിൾ കോഡ്സ് ആണ്, പക്ഷെ അത് നല്ല കുട്ടികളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. ചിൽഡ്രൻ ആർ വണ്ടർഫുൾ ഗിഫ്റ്റ്സ്. There is a brilliant child locked inside every student. School is the best place to work. Small hands can handle a pen better. Don't ask children to take two. Instead, send them to school. മറിയ മോണ്ടിസോറിയുടെ കോട്ട് എഴുതി ലാസ്റ്റ് അവസാനിപ്പിച്ചത് do not erase the designs the child make in the soft wax of his inner life. അങ്ങനെ എഴുതി കലണ്ടർ കംപ്ലീറ്റ് ചെയ്തു. മാം റെക്കോർഡിന്റെ 2 വശത്തുമായിട്ട് എഴുതത്തില്ലേ, കലണ്ടർ ചെയ്യത്തില്ലേ? ഉണ്ട്. ഓരോ പേജില് ഓരോന്നാണോ ചെയ്യണ്ടേ ഈ കലണ്ടർ? ഓരോന്നും ഉദ്ദേശിക്കുന്നത് എന്താ? ഓരോ 12 months ഉണ്ടല്ലോ. അതെ, ഒരു പേജിൽ ഒരെണ്ണം അങ്ങനെയാണോ ചെയ്യണ്ടേ? നമ്മളുടെ കലണ്ടറിലും കാണാറില്ലേ ഒരു മന്ത് ഫുൾ ഒരു പേജില്, അല്ലെങ്കിൽ 2 month ഒരു പേജില്. നിങ്ങൾക്ക് അങ്ങനെ 2 month ആക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും. പക്ഷെ ഞാൻ ചെയ്തില്ല, കാരണം എനിക്ക് സ്പേഷ്യസ് ആകുമോ തികയോ
2 മന്തും കൂടി ആകുമ്പോൾ ഇച്ചിരി കൺജസ്റ്റഡ് ആയി പോവോ, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നി. പക്ഷെ ചെയ്തിട്ടുണ്ട്, കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, പിക്ചേഴ്സ്. ഒരു പിക്ചർ നമ്മൾ ജിക്സോ പസിലൊക്കെ ചെയ്യില്ലേ, പല പല പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ചേർത്ത് ഒറ്റ പിക്ചറാക്കി മാറ്റുന്ന ഒരു ആക്ടിവിറ്റി. ഞാനൊരു എലിഫന്റിനെ എടുത്തിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് പേസ്റ്റ് ചെയ്ത് വെക്കണം, ഒട്ടിച്ചു വെക്കണം, അല്ലെങ്കിൽ ലൂസാക്കി വെച്ചാൽ അത് പോവില്ല ഈ റെക്കോർഡിനകത്ത് നിന്ന്. കുട്ടികൾക്ക് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഒരു ബോക്സിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി അവരെ കൊണ്ട് ഇത് ഒരുമിച്ചാക്കി പ്ലേസ് ചെയ്യിക്കാനായിട്ട് പറ്റണം. ഇതൊക്കെ നമുക്ക് അത്ര കോസ്റ്റ് ഒന്നും വേണ്ടി വരില്ല. എവിടെയെങ്കിലും കിട്ടുന്ന വലിയ പിക്ചർ കളക്ട് ചെയ്തിട്ട് അതിനെ 3, 4, 5 പീസായിട്ട് കട്ട് ചെയ്യാം. ഇത് ചെറിയ പീസാക്കരുത്, അത്യാവശ്യം വലിപ്പം ഉണ്ടായിരിക്കണം. അത് ജോയിൻ ആക്കിയിട്ട് അവർക്ക് അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജോയിൻ ആക്കിയിട്ട് അവര് ഒറ്റ പിക്ചറാക്കി മാറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. അതിനെ പോലെ ഇരിക്കുന്ന 4 പിക്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ കാണാൻ സിമിലർ ആണെങ്കിലും നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ തമ്മില് ഡിഫറൻസ് ഉണ്ട്. കോപ്പി ആയിട്ട് തോന്നും, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഇനി ഇവിടെ ഒരു റാബിറ്റ് ആണ് വരച്ചത്. മുകളിൽ ഏന്ന് മാർക്ക് ചെയ്തതാണ് നമ്മുടെ റെഫറൻസ് പിക്ചർ. താഴെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഇതിന്റെ കോപ്പി പോലെ 4 എണ്ണത്തിന് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ചിലപ്പോൾ ചെവിയിലായിരിക്കും, വാലിലായിരിക്കും. ഇതിന് വാലില്ല, മുകളിലത്തിന് വെച്ച് നോക്കുമ്പോൾ അതിന് വാലില്ല, അതായിരിക്കും ഡിഫറൻസ്. പിന്നെ മുസ്താഷ്, അതിന്റെ മീശ, ചിലപ്പോ ചിലതിന് 2 എണ്ണയൊക്കെ ഉള്ളൂ, താഴത്തെ ഇതിന് 2 എണ്ണേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസ്, കണ്ണ്, ചെവി, വാല്, കാല്, അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ് ഒക്കെ ആയിരിക്കും. അത് നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാട്ടോ, ഞാനിപ്പോ എളുപ്പത്തിന് അത് വരച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു റെഫറൻസ് പിക്ക് ഉണ്ടാവും, അതിന്റെ കോപ്പി ആയിട്ട് 4 എണ്ണം ഉണ്ടാവും, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താന്ന് കണ്ടുപിടിക്കും. മാം ഒരെണ്ണത്തിനാണോ ഡിഫറൻസ് വരുവുള്ളൂ? 3 എണ്ണം ഒരുപോലെയും ഒരെണ്ണം ഡിഫറെന്റ് ആയിട്ടും 4 ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, 1, 2, 3, 4 ആർ ദ കോപ്പീസ്. അതിന്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കാം. ഇപ്പൊ പറഞ്ഞ പോലെയും ചെയ്യാട്ടോ. ഇതില് ഡിഫറെന്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാന്ന്, അങ്ങനെയും ആക്ടിവിറ്റി ചെയ്യാം. പിന്നെ ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ തുടങ്ങുന്ന കുട്ടികൾക്കുള്ളതാണ്. അവര് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ എഴുതാൻ തുടങ്ങുന്ന കുട്ടികൾക്കാണ്. ഒരു പിക്ചർ കാണിച്ചിട്ട് അതിന്റെ അത് സ്റ്റോറി ആയിട്ട് എഴുതാനായിട്ട്. ഇപ്പൊ പിക്ചറിൽ അത്യാവശ്യം പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഞാൻ പേസ്റ്റ് ചെയ്തിരിക്കുന്ന പിക്ചറിൽ ഒരു ബേർഡ് ഉണ്ട്, ട്രീ ഉണ്ട്, സ്ക്യൂറൽ ഉണ്ട്, ഫ്ലവേഴ്സ് വീണ് കിടക്കുന്നുണ്ട്, ഒരു കുട്ടിയുണ്ട്, പിന്നെ സൺ ഉണ്ട്, ക്ലൗഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ട്രീസ് ഒക്കെ ഉണ്ട്, ഫെൻസ്. ഇങ്ങനെ ഒരു പിക്ചറാണ് എന്നെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് സ്റ്റോറി എഴുതാനാണ്. അതിപ്പോ KG കുട്ടികൾക്ക് പറ്റില്ലല്ലോ, അവരോട് വേണമെങ്കിൽ പറയിപ്പിക്കാം, സ്റ്റോറി പറയാനായിട്ട് പറയാം. അത് വേറെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ഇത് സ്റ്റോറി എഴുതാനാണ്. അപ്പൊ എഴുതി തുടങ്ങുന്ന കുട്ടികൾക്ക് ക്ലാസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, സ്റ്റോറി നമ്മൾ അതിന്റെ കൂടെ തന്നെ എഴുതണം. ഒന്നും എഴുതണ്ട, ഒന്നിന്റെ ആൻസർ നമ്മൾ ഇത് ചെയ്യണ്ട. മനസ്സിലായോ? ഒന്നും നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കണ്ട. പിന്നെ നമ്മൾ ഒരു പിക്ചർ കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ആ കുട്ടികള് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഥ പറയും എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് വളരെ ക്രിയേറ്റീവായിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യാൻ ഒരു കഥ നമ്മുടെ കൈവശം ഉണ്ടാവണം. നമ്മൾ ഒന്നും അറിയാതെ കുട്ടികളുടെ അടുത്ത് പോകരുത്. ശരിക്കും നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് ഇത് കുഞ്ഞുങ്ങൾ ഒന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. കഥ പറയാൻ പറയുമ്പോൾ അവർക്ക് ഒന്നും കിട്ടാതെ വരുന്നു, അപ്പൊ നമുക്കൊരു ഹിന്റ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കണം. അതാണ് കൊണ്ടാണ് നിങ്ങൾ ഈ റെക്കോർഡ്സ് ചെയ്യിക്കുന്നത്. നിങ്ങളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി കൂടെ. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവർക്കും ഒന്നും ജോലി കിട്ടുന്നില്ല മാം, ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് കിട്ടുന്നുള്ളൂ. എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെയാ ഇത് എന്നുള്ള രീതിയിൽ, നിങ്ങൾ പ്രാക്ടിക്കൽസ് ഒക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വളരെ ഇൻഡിഫറന്റ് ആയിട്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു.
അപ്പം നിങ്ങളുടെ പെർഫോമൻസ് ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നമുക്ക് ആ ഓൺലൈനിന്റെ ലിമിറ്റേഷൻസ് ഒരിക്കലും നമ്മളുടെ പെർഫോമൻസിനെ ബാധിക്കരുത്. നമ്മൾ ദൂരെ ഇരിക്കുവാണെങ്കിലും ഒരു വി ഫീൽ, ഒരു വൺനെസ്, നമ്മൾ ഒരുമിച്ചാണ്, നമ്മൾ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യും, നല്ല എഫേർട്ട് എടുക്കും എന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്കോർഡ്സ് എഴുതുന്നത്. കാരണം വൺസ് നമ്മളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും പുറത്തേക്ക് വരാതെ നമുക്ക് ഒരിക്കലും നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. ഇത് ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തവരൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അവർക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓൺലൈൻ ആണോ എന്ന് ചോദിച്ചിട്ട് പോലും അവരെ എടുത്തിട്ടുണ്ട് സ്കൂളുകളിൽ. കാരണം പെർഫോമൻസ് ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചവർ വരെ ഇന്റർവ്യൂവിന് ഉണ്ടായിട്ട് ഓൺലൈൻ ആയിട്ടുള്ള കുട്ടിയെ സെലക്ട് ചെയ്തിട്ട് വരെയുണ്ട്. അപ്പൊ അങ്ങനെയും ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ എങ്ങനെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതേസമയം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. നമ്മളിത് ചെയ്തു, നമ്മൾ തന്നെയാണ് ചെയ്തെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ എന്തായാലും കുട്ടികളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു നമ്മുടെ കയ്യിൽ എന്തുണ്ട്. ഞാൻ പഴയ സോക്സ് വെച്ചിട്ട് സ്നേക്ക് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബാച്ചില്. ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോയപ്പോ അതെല്ലാമായിട്ടാണ് പോയത്. അപ്പൊ ആ സ്നേക്ക് കണ്ടപ്പോ അവര് ചോദിച്ചു അത് വെച്ചിട്ട് ഒരു കഥ പറയാമെന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പോഴൊരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു കഥ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ നമ്മൾ ഇത് തന്നെ ചെയ്യണം. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിലെല്ലാവരെയും കൂട്ടും. അപ്പം നല്ല ഐഡിയാസ് വരും. കുഞ്ഞുങ്ങളുടെ ഐഡിയ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും കുഞ്ഞുങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ ഓർപ്പിക്കുക. നെക്സ്റ്റ് ടോപ്പിക് റിവേഴ്സ് കളറിംഗ് ആണ് ഇനി പറഞ്ഞു തരേണ്ടത്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇതുവരെയുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുക. ഡോണ്ട് സ്പെൻഡ് ടു മച്ച്. ഭയങ്കരമായിട്ട് പോസ്റ്റ് കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത്യാവശ്യം വേണ്ടുന്നത് മാത്രം, നെസസറി ആണെന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ ക്യാഷ് മുറിക്കാൻ മതി കേട്ടോ. കാരണം നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ റിട്ടേൺസ് കിട്ടണം. ചുമ്മാ കുറെ ആദ്യം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. മാക്സിമം കിട്ടാവുന്നതൊക്കെ പഴയ ബുക്കുകളിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്യുക. വരയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് വരപ്പിക്കുക. അങ്ങനെയുള്ള രീതിയിൽ വരയ്ക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുക. കാരണം എന്താ അവർ ചെയ്യുന്നതെന്നുള്ളത് നമുക്കും മനസ്സിലാവണമല്ലോ. നമുക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ കുട്ടികൾ വരയ്ക്കുന്നവരാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം, അതൊക്കെ ചെയ്യിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ ഒന്ന് ഓർപ്പിക്കണം എവിടെയാണ് നമ്മൾ നിർത്തിയത്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്. സോ പിന്നെ ചെയ്ത് വരുമ്പോൾ ഡൗട്ട്സ് വരും. മാക്സിമം അത് ക്ലാസ്സിൽ തന്നെ ചോദിക്കുവാണെങ്കിൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ക്ലാസ് കയറാൻ പറ്റാതെ വരുന്നവര് കോൺടാക്ട് മീ പേഴ്സണലി. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ഉണ്ടോ? റെക്കോർഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ലാസ്റ്റ് 20 minutes അവർക്ക് ഇംഗ്ലീഷ് വേണമെന്നില്ലല്ലോ. Yes, please. Good morning, everyone. I am Soumya Tony, and it's my privilege to deliver the sign out for today's class about topic record prepare discuss. I just wanted to say thank you for your hard work in the teaching our online class. I really appreciate your passion and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am. Okay, bye. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Have a great day. Thank you, ma'am.